ഒരു കമ്പ് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിലേക്ക് പോകാൻ ഒരു കമ്പുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. നീ വേറെ ചില ആളുകളോട് ചോദിച്ചു നോക്കൂ. പള്ളിയിൽ പോയ കുരിശുമോടി വരയ്ക്കാത്ത ആളുകളാണ്. അവർക്ക് റോഡിന്റെ കുഴി നികത്താൻ, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ, വിദ്യാഭ്യാസ സഹായം കൊടുക്കാൻ, അങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളുകളാണ്. അവർക്ക് വശങ്ങളിലേക്കുള്ള പാളി വളരെ നന്നായിട്ടാണ്. ദൈവമായിട്ട് ബന്ധമില്ല. അവർ വശങ്ങളിലേക്കുള്ള കുറുകെ വെച്ച് അവർ മരക്കഷ്ണം കൊണ്ടെടുക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അത് രണ്ടും തെറ്റാണ്. എന്താണ് സ്പിരിച്വാലിറ്റി അഥവാ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ? ദൈവമായിട്ടുള്ള ബന്ധം വേണം. ആ ബന്ധത്തിൽ നിന്ന് മനുഷ്യരായിട്ടുള്ള ബന്ധം തീർക്കണം. അതാണ് ആത്മീയത, ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ. എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ദൈവമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ മനുഷ്യരായിട്ടുള്ള ബന്ധം. ഈ രണ്ട് ബന്ധവും അത് യോജിപ്പിച്ച് ജീവിക്കുന്നു, ബാലൻസ് ചെയ്ത് പോകാൻ പഠിച്ചിട്ടില്ല. അതാണ് സത്യത്തിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചത്. കർത്താവ് പറഞ്ഞ കൽപ്പനകളെല്ലാം ശ്രദ്ധിച്ചാൽ അതിനെ കുറിച്ച് മനസ്സിലാകാം. സിനായ് മല മുകളിൽ വെച്ച് കർത്താവ് നൽകിയ പ്രമാണമാണ് 10 കൽപ്പനകൾ, 10 കമാൻഡ്മെന്റ്സ്. അതിനെക്കുറിച്ച് പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 17 വരെ വാക്യങ്ങളിലും, നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 6 മുതൽ 21 വരെ വാക്യങ്ങളിലും വളരെ വ്യക്തമായി പറയുന്നു. ആ കൽപ്പനകളൊക്കെ നമ്മളൊന്ന് പൊടിതട്ടിയെടുത്താൽ ഈ രണ്ട് ബന്ധങ്ങളെയും അതിൽ കാണാം. നോക്കുക, ഒന്നാമത്തെ കൽപ്പന തന്നെ, നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഞാനും നീയും തമ്മിലുള്ള ബന്ധമാണ്. രണ്ടാമത്തെ കൽപ്പന, കർത്താവിന്റെ തിരുനാമം നീ വൃഥാ പ്രയോഗിക്കരുത്. ഞാനും നീയും തമ്മിലുള്ള ബന്ധമാണ്. മൂന്നാമത്തെ കൽപ്പന, കർത്താവിന്റെ ദിവസം നീ പരിശുദ്ധമായി ആചരിക്കണം. കണ്ടോ, കർത്താവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. നാലാമത്തെ കൽപ്പന, മാതാപിതാക്കളെ ബഹുമാനിക്കണം. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. അഞ്ചാമത്തെ കൽപ്പന, കൊല്ലരുത്. കോഴിയെ കൊന്ന കാര്യമില്ല, മനുഷ്യനുമായിട്ടുള്ള സമ്പർക്കം, മനുഷ്യ മനുഷ്യ ബന്ധം. ആറാം പ്രമാണം, വ്യഭിചാരം ചെയ്യരുത്. മനുഷ്യനും മനുഷ്യനാണ്, മനുഷ്യ മനുഷ്യ ബന്ധം. ഏഴാം കൽപ്പന, മോഷ്ടിക്കരുത്. മനുഷ്യരുടെ വസ്തുക്കളാണ് മോഷ്ടിച്ചു കൊണ്ടുപോകണേ, മനുഷ്യ മനുഷ്യ ബന്ധം. എട്ടാം കൽപ്പന, വ്യാജസാക്ഷ്യം നൽകരുത്. കോടതിയിലൊക്കെ പോയി കള്ളസാക്ഷ്യം പറയുന്നത് മനുഷ്യർക്കെതിരെയാണ്, മനുഷ്യ മനുഷ്യ ബന്ധം. ഒൻപതാം കൽപ്പന, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. അന്യന്റെ ഭാര്യ മനുഷ്യനാണ്, മനുഷ്യ മനുഷ്യ ബന്ധം. പത്താം കൽപ്പന, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്, മനുഷ്യ മനുഷ്യ ബന്ധം. ആദ്യത്തെ 3 കൽപ്പനകളും ദൈവമായിട്ടുള്ള ബന്ധത്തെ കുറിക്കുമ്പോൾ ബാക്കിയുള്ള 7 കൽപ്പനകളും മനുഷ്യരായിട്ടുള്ള ബന്ധം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, 2 കാര്യമാണ് നമ്മൾ ഇവിടുന്ന് പരിശോധിക്കുക. ഒന്ന്, എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധം പൊട്ടിത്തകർന്നു കിടക്കുന്നുവോ? 2, ഞാൻ മനുഷ്യരായിട്ടുള്ള ബന്ധം പൊട്ടിത്തകർന്നു കിടക്കുവോ? ഇത് രണ്ടും ശരിയാക്കലാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് അനുഗ്രഹം കിട്ടുക. നോമ്പെടുക്കാത്തത് കൊണ്ടല്ല അനുഗ്രഹം. നമ്മുടെ വീട്ടിൽ മെറ്റിലോ ചരലോ വിരിച്ച് ഉപ്പുംകല്ല് നിരത്തി അതിന്റെ മുൻപിൽ മുട്ടുകുത്തി കൈ വിരിക്കാത്തത് കൊണ്ടല്ല അനുഗ്രഹം. അനുഗ്രഹം കിട്ടാത്തത് ബന്ധങ്ങൾ മുറിഞ്ഞു പോയത് കൊണ്ടാണ്. ആ ബന്ധങ്ങൾ ക്രമപ്പെടുത്തി പ്രാർത്ഥിച്ചു നോക്കൂ, അപ്പോൾ അനുഗ്രഹം വരുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മളെ തന്നെ നാം ഇന്ന് വിശദമായി പരിശോധിക്കാൻ പോവുകയാണ്. ആ ബന്ധങ്ങളെ കുറിച്ച് നമുക്ക് ആഴമായി നോക്കാം. ആദ്യം ദൈവമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദൈവമായിട്ടുള്ള ബന്ധം, നമ്മുടെ ജീവിതം ദൈവമായിട്ടുള്ള ബന്ധത്തിലൂടെയാണോ മുന്നോട്ട് പോകുന്നത്? ആ ബന്ധം എങ്ങനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം? ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവമാണ് എല്ലാം അതിനു വേണ്ടി ചെയ്യുന്നത്. എങ്കിലും നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ട ചില സഹകരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും പണിത ദേവാലയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ ഇവിടെയാണ് കർത്താവ് വസിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. പുതിയ നിയമത്തിൽ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം തിരുവചനം. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം തിരുവചനം. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ദൈവവചനം കേൾക്കാൻ പോയത്. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ചാർജുള്ള അച്ഛനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭയിലുള്ള പോപ്പുലർ മിഷൻ ധ്യാനത്തിലാണ് ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ധ്യാനം കൂടിയിരിക്കുന്നത്. അങ്ങനെ ധ്യാനം കൂടാൻ കാരണം തന്നെ ഇടവക പള്ളിയിൽ വെച്ചല്ല ധ്യാനം ഉണ്ടാവുക. പള്ളിയിൽ ഉണ്ടാവുക ഒരു സെന്റർ, ഇടവകയിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 സ്ഥലങ്ങളിൽ ധ്യാനം നടക്കും. അങ്ങനെ എന്റെ ഇടവകയിൽ ധ്യാനം ഉണ്ടായി. രാവിലെയും വൈകുന്നേരവുമാണ് ധ്യാനം. അങ്ങനെ അവിടുന്ന് പാട്ടുപ്രാർത്ഥനയൊക്കെ കേട്ടപ്പോൾ ഞാൻ എന്റെ അച്ഛനോട് ചോദിച്ചു, എന്റെ അപ്പച്ചനോട് ചോദിച്ചു. അച്ഛൻ പഴയ പട്ടാളക്കാരനാണ്, പട്ടാള ജില്ലയിലൊന്നല്ല വളർത്തിയാണ്, നല്ല സ്നേഹമുള്ള അച്ഛൻ. അച്ഛനോട് ഞാൻ ചോദിച്ചത്, എന്താ ഈ പാട്ട് പ്രസംഗമൊക്കെ കേൾക്കുന്നേ? എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ, അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ്, വേണമെങ്കിൽ പോയത് കേട്ടോളാൻ പറഞ്ഞു. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ അവിടേക്ക് ഓടി.
ഓടിപ്പോൾ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ കൈവീശി പോകാതെ ഒരു നോട്ട്ബുക്കും പേനയും കൊണ്ട് പോടാ, നല്ല കാര്യങ്ങളാണ് പറയുന്നെങ്കിൽ എഴുതിയെടുക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, എന്റെ അച്ഛന്റെ അനുവാദത്തോടെ അന്ന് പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ നോട്ട്ബുക്കും പേനയുമായി പോയി. അവിടെ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുത്ത് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം മത്തായി 6:33, ലൂക്ക 7:12 എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ എഴുതിയെടുക്കാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 7 കഴിഞ്ഞിട്ട് 2 കുത്തിടണം, ഒരു തോണ്ടിടണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ കൂട്ടുകാരാണ് പഠിപ്പിച്ചതെന്ന് എങ്ങനെ ഇടണ്ടെന്നൊക്കെ അങ്ങനെ എഴുതിയെടുത്തു. 5 ദിവസം ധ്യാനം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സുഖം തോന്നി, ഒരു ഇന്നർ ഫ്രീഡം, അങ്ങനത്തെ കെട്ടുപാടുകളൊക്കെ പോകുന്ന പോലെ ഒരു ആത്മീയ സന്തോഷം. പിന്നെ ധ്യാനം കൂടണം തോന്നി. ഇതേ നോട്ട്ബുക്കൊക്കെ കൊണ്ടുപോയി. അതിനിടയിൽ സെമിനാരിൽ പഠിക്കുന്ന ഒരു പയ്യൻ എനിക്ക് ഒരു ബൈബിൾ തന്നു. ഓശാന പ്രസിദ്ധീകരണം ബൈബിൾ, പുതിയ നിയമം എല്ലാ ദിവസവും വായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബൈബിൾ വായിക്കും, പിന്നെ ധ്യാനം കൂടും. ധ്യാനം കൂടി എന്തിനു പറയുന്നു? ഈ പരുവായി പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണോ, നേരെ ചൊവ്വേ വചനം കേട്ടാൽ ആ വ്യക്തികളിൽ രൂപാന്തരീകരണം വരും. ആ രൂപാന്തരീകരണം എങ്ങനെ വരുത്താം എന്നതിനെ കുറിച്ച് ദൈവവചനത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ്.